ക്യാച്ച് വിഷയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫിഷിങ്ങിന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ നല്ല പ്രതികൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയിലാണ് കേട്ടോ. പറഞ്ഞാൽ നല്ല മഴയും കാറ്റും എല്ലാം കൂടെ കണ്ടില്ലേ, കടലൊക്കെ ഇളകി മറിഞ്ഞ് കിടക്കുകയാണ്. ഞാൻ മാത്രമല്ല, നമ്മുടെ കൂടെ നമ്മുടെ അപ്പൂത കുട്ടിയും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് പൊളിക്കാമല്ലേ? ഒരുപാട് പേര് ചോദിക്കേ നിങ്ങളെന്താണ് കല്ലിടുന്നതെന്ന്. കല്ലാകുമ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും പോയി ഉടങ്ങി പിടിക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു ഗ്രിപ്പും ആവും. മാത്രമല്ല, മീൻ പിടിച്ചു കഴിഞ്ഞാൽ നൈസ് തെങ്ങൂസാണ് ഇട്ടേക്കുന്നത്. ഇത് പൊട്ടിപ്പോയിട്ട് മീൻ മാത്രം കയറി വരും. അത് എളുപ്പം. അല്ലെങ്കിൽ ചുമ്മാ പൈസ കൊടുത്ത് വെയിറ്റ് വാങ്ങേണ്ടി വരും. ഇതൊക്കെ എൻ്റെ പണിയായത്. അങ്ങനെയാണ് സാറേ. ഇഷ്ടപ്പെട്ടാണ് ഒരു വ്ളോഗർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോസ് കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇല്ല, പാമ്പിനെയൊക്കെ പിടിച്ചെന്ന് പറയുന്നത് ഇയാള്. ഞാൻ വരുമ്പോൾ എപ്പോഴും പാമ്പിനാണ് ആദ്യം പിടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിലും വലിയ 2 അമൂറിനെ പിടിക്കും. സെയിം ഇത് ഇന്നും അങ്ങനെ തന്നെ തോന്നുന്നു. പാമ്പ് തന്നെ. ഈ കിടക്കുന്നൊരു ബോട്ടിന്റെ പൊളിഞ്ഞ കഷ്ണമാണ്. പറഞ്ഞ പോലെ ചെയ്യുന്നതാണ് നമ്മുടെ കടൽ. നിങ്ങൾക്ക് ആർക്കും എന്നെ കാണാൻ പറ്റുന്നില്ലല്ലോ. മൊത്തം വെള്ളം വീണുകൊണ്ടാണ് എന്നെ കാണാൻ പറ്റാത്തത്. ഈ കിടക്കുന്ന മൊറയിലിനെ കണ്ടോ? ഇതാണ് മൊറയിൽ. ഇതിനെ അയാൾ പിടിച്ചാണ് ഇപ്പം പറയുന്നത്. ഇതല്ലേ സൂര്യൻ്റെ സ്ഥിരം സ്പോട്ടാണ്. സൂര്യൻ ഇവിടുത്തെ കിങ്ങാണ്. ഒരു വ്ളോഗർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം അടിപൊളി വീഡിയോസൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ മഴ, വെയിൽ. ഓ മൈ ഗോഡ്. സൂര്യനെന്താ ഇത്രയേ ഉള്ളൂ. സൂര്യനെ നമുക്കിങ്ങനെ തലയിൽ പിടിച്ചാലോ? ഞാൻ പറഞ്ഞ അയാളെ മീൻ പിടിക്കുമെന്ന്. ഇയാളെ മീൻ പിടിക്കുമെന്ന് പറഞ്ഞാൽ അയാളെ മീൻ പിടിച്ചിരിക്കും. അതാണ് സൂര്യനെ. ഓ മൈ ഗോഡ്. ഇതിൽ മറ്റേ മീനല്ലാണ് അടകോര. ഇതാണ് അടകോര. അതിൻ്റെ വലുതും കാണൂടെ അവിടെ. ഈ ഷോട്ട് നിങ്ങൾക്ക് അറിയാം ക്ലിയർ ആവത്തില്ലെന്ന് അറിയാം. ബിക്കോസ് ഇറ്റ്സ് വെരി വെരി ഹെവി റെയിൻ. മഴ ഭീകര മഴ. കുഴപ്പമില്ല, ചില്ല് ചെയ്യുന്നു ഇവിടെ മഴ. ഈ സമയം ആരും മീൻ പിടിക്കാൻ പോലെ ഫുള്ള് നല്ല സെറ്റായിട്ടിരിക്കുകയാണ്. ഒടുക്കത്തെ മഴയാണെന്ന് പറഞ്ഞാൽ നല്ല മഴയും കാറ്റും. അതുകൊണ്ട് തന്നെ നമുക്കെന്താണ് ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഇടുന്ന വെയിറ്റൊക്കെ എടുത്തോണ്ട് പോകണം കടൽ. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നില്ല. നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത് സെക്കൻഡ് ഡേ നമ്മൾ വന്നിരിക്കുന്ന തെരണ്ടി പിടിക്കാനാണ് കേട്ടോ. വ്യത്യസ്തമായിട്ടുള്ള ഫിഷിംഗ് ആണ്. കാരണം പറഞ്ഞാൽ ഫസ്റ്റ് ഡേ നമ്മൾ പോരുന്നതെന്ന് പറഞ്ഞാൽ റോക്ക് സൈഡിലായിരുന്നു. സെക്കൻഡ് ഡേ തെരണ്ടിക്ക്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലേ? തീരെ ചെറിയ കൊടിയാളാണ് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക രീതിയിൽ വേണം നമ്മൾ കൊരുത്തിടാനായിട്ട്. അപ്പം ഇങ്ങനെ ഒരു എടുക്കും. ഒരെണ്ണം 2 എണ്ണം വെച്ചാണ് കേട്ടോ നമ്മൾ ഇടുന്നത്. ഒരെണ്ണം തിരിച്ച് ഇതുപോലെ അല്ല, അതിനുവേണ്ടി നമ്മൾ നല്ല രീതിയിൽ കെട്ടും. വെള്ള നൂല് എല്ലാവരും യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ. ഇതെനിക്ക് വെള്ള നൂല് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ കയ്യിൽ ഇരുന്ന ഒരു നൂലാണ്. എൻ്റെ പൊന്നോ, 1 സ്ട്രൈക്കാണ്. 1 സ്ട്രൈക്ക്. അയാളെ കൈ പോലെ നിൽക്കുന്ന സ്ട്രൈക്കാണ് കേട്ടോ. 1 സ്ട്രൈക്ക്. അടിക്കുന്ന അടി എന്ന് പറഞ്ഞാൽ അമ്മാതിരി അടിയാണ്. കിട്ടുന്ന കാര്യം പാടാണ്. പയ്യെ എടുത്താൽ മതി കേട്ടാ.
കുഴി ഉണ്ടല്ലോ അണ്ണാ, അതുകൊണ്ട് ഇച്ചിരി റിസ്ക് ആണ്. ഡേഞ്ചർ സോണിങ്ങിന് വന്നു, അവിടെ ഡേഞ്ചർ ആയിരുന്നു. തെരണ്ടി അടിച്ചു കഴിഞ്ഞാൽ പിടിച്ചു കയറ്റുന്നുള്ളത് വലിയ ടാസ്ക് തന്നെയാണ്. നല്ല ഫൈറ്റാണ്, നല്ല ഉഗ്രം ഫൈറ്റാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലണ്ണാ ഇട്ട് തിരിച്ചിറക്കുന്നല്ലേ മുമ്പും വില്ലൊക്കെ വിടാൻ. എൻ്റെ ദൈവമേ കണ്ടല്ലോ, മുമ്പും വില്ലൊക്കെ വിടാൻ നിൽക്കുന്ന പൊസിഷൻ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും സാധനത്തിൻ്റെ പവർ എന്താണ്. ഒരു രക്ഷയില്ലാത്ത ഫൈറ്റ് ചേട്ടാ. അത്യാവശ്യം നല്ല സൈസുള്ള സാധനമാണെന്ന് തോന്നുന്നു. ഈ ഫൈറ്റ് കണ്ടിട്ട് അത്യാവശ്യം നല്ല സൈസുള്ള സാധനമാണെന്ന് തോന്നുന്നു. മീൻപിടുത്തത്തിൻ്റെ ഏറ്റവും വലിയ ഹരം അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സാധനത്തിനെ കരക്കി കയറ്റുന്ന വേറെ ഉള്ള ഒരു വൈബുണ്ടല്ലോ, അത് വേറെ ലെവൽ സാധനമാണ്. സെറ്റ് ഫൈറ്റ് അല്ലണ്ണാ, നിങ്ങൾ നിൽക്കുന്ന പൊസിഷൻ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്തോരം ഫൈറ്റ് കാഴ്ചവെക്കുന്നുണ്ട് സാധനം. കിട്ടിയ സാധനമാണ്. നല്ല ഇനിയിപ്പം ഒരു ഫാൾസ് ഉണ്ടാകുന്ന സമയത്തും ഇങ്ങനെ ഇപ്പോൾ ചെറിയ മീനാണെങ്കിൽ വലുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇത് കണ്ടിട്ട് എനിക്ക് ഫാൾസ് ഹുക്കായിട്ട് തോന്നില്ല. കറക്റ്റ് ഹുക്കാണ്. അത്യാവശ്യം നല്ല രക്ഷയില്ല കേട്ടാ. കിട്ടിയില്ല ഫൈറ്റ് ചരിഞ്ഞായിരുന്നല്ലേ. ഇത്ര ക്ഷമയോടെ നമുക്ക് തന്നെ പിടിച്ച് കയറ്റാൻ പറ്റും. കാരണം നമ്മൾ ട്രൈ കൊണ്ടിരിക്കുന്ന ഈ പൊസിഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തോരം സ്ട്രഗിൾ ആയിട്ടാണ് സാധനം വലിച്ച് മേളിൽ കയറ്റാൻ നോക്കുന്നതെന്ന്. തെരണ്ടിയുടെ സമയമായി തുടങ്ങിയിട്ടുണ്ട്. തെരണ്ടി ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഓടുന്നത് എവിടെയെന്നറിയോ? ഞാൻ കപ്പെടുക്കാൻ വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കപ്പ് വെച്ച സ്ഥലവും കാണുന്നില്ലല്ലോ ദൈവമേ. കപ്പ് കൈ വെച്ചതാണ് ഇത്രയും പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വന്ന് സാധനം ഇവിടെ പൊങ്ങിട്ടാ, സാധനം ഇവിടെ പൊങ്ങി. നൈസ് സാധനമാണ്. സുരണ്ണ നോക്കി പോണേ. എത്ര നേരത്തെ പ്രകടനത്തിന് ശേഷം സുരണ്ണ ഈ സീസണിലെ ഫസ്റ്റ് തരണ്ടി. അതെന്താണ് ഈ മുള്ളൊടിച്ച് കളയുക. സേഫ് ഈ സീസണിലെ ഫസ്റ്റ് ക്യാച്ച്. പിന്നെ അല്ല പൊളി. കിട്ടിയ സാധനമാണ്. നിങ്ങൾക്കിപ്പോൾ ഞാൻ കാണിച്ചു തരാം. എൻ്റെ കാല് താഴെ പിടിച്ചോളം പറഞ്ഞുണ്ട്. ഇതാണ് ഈ സാധനത്തിൻ്റെ ഏറ്റവും വിഷയമുള്ള സാധനം. കൊണ്ട് കഴിഞ്ഞാൽ കഴിഞ്ഞ കഥ നോക്കണ്ട. പിന്നെ പിടിക്കുന്നതാണ്. കുറച്ച് മാമാരൊക്കെ വന്നിട്ടുണ്ട് അവിടെ. വാലൊക്കെ മുള്ളൊക്കെ എടുത്തു. നേരെയാണ് പൊക്ക്. അടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഫിഷിംഗ് എന്ന് എനിക്ക് അത്ര താല്പര്യമുള്ള പരിപാടിയല്ല. പക്ഷേ ഇനി ഞാൻ എന്തായാലും ഇവിടെ സ്ഥിരം ഫിഷ് ചെയ്യാൻ പോകും. കാരണം ഈ ഫിഷ് കിട്ടുന്ന സമയത്തുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊരു മദ്യത്തിന് ഒരു ലഹരിക്കും തരാൻ പറ്റുന്ന സാധനമല്ല. അന്യായ ഫീലാണ്.
പുള്ളിയുടെ ഫൈറ്റ് കുറച്ചുകൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. അവിടെ മാമാരെ ചീട്ടടിച്ചോണ്ടിരിക്കുക. സ്റ്റിൽ നമ്മളവരെ കാണിച്ചതേ ഉള്ളൂ. കിട്ടിയില്ല ഫൈറ്റ് കേട്ടോ, കിട്ടിയില്ല ഫൈറ്റ്. താനവിടെ കരക്ക് എത്തിയിട്ടുണ്ട്. ചെറിയൊരു തരണ്ടിയാണ്. ഇത്ര ഫൈറ്റ് ചെയ്ത ആളിനെ കാണാൻ ഞെട്ടുമല്ലാണ് അവര്. കര കൊണ്ട് വേണം. അയ്യോ അതിന്റെ വാലുണ്ടോ? ഗിത്താർ ഷാർക്ക് എന്ന സാധനമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. കാണിച്ചു തരാം. തന്നെ എൻ്റെ വാല് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പക്ഷേ ഫൗളുക്കാണ്, അതാണ് ഇത്രയും ഫൈറ്റ് വന്നത്. വേണ്ട, എൻ്റെ ചിറകിലെവിടെയാണ് പിടിച്ചിരിക്കുന്നത്. അല്ല, അന്യായ ഫൗളുക്ക്. ആ ഗിത്താർ വായിക്കാൻ നമുക്ക് കുറച്ചു നേരം ഇനി മീൻ പിടിക്കുന്ന സമയം പോകാൻ വേണ്ടി അടുത്ത ഗിത്താർ കൊണ്ടുവന്നിട്ടുണ്ട്. സൂര്യാണ് പിന്നെ റിലീസ് ചെയ്ത് നമുക്ക് ഉപയോഗമില്ല എണ്ണ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ ഫിഷിംഗ് വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് നല്ല സൈസ് വരേണ്ടി എടുത്തിട്ടുണ്ടല്ലോ. കുറച്ച് നേരം നമ്മൾ നിന്നോളൂ. അപ്പോൾ തന്നെ നല്ല 2 കിലോ സാധനം കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരെണ്ണത്തിന് റിലീസ് ചെയ്തു. ഒന്നിനെ റിലീസ് ചെയ്തു. നമ്മൾ തിരണ്ടി നമ്മൾ തിരിച്ചുകൊണ്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. പിന്നെ പുള്ളിയെ പരിചയമുണ്ടല്ലോ, നമ്മൾ അപ്പൂത ഫുഡി. അപ്പോൾ പുള്ളിയെ കൂടെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പുള്ളിക്ക് യൂട്യൂബ് ചാനലുണ്ട്, അതിനൊക്കെ ഇൻസ്റ്റ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ്. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം. എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.